കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ചർച്ചകൾക്കും കൗതുകങ്ങൾക്കും വഴിവെക്കുന്ന ഒന്നാണ് നേതാക്കളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളും അവർ പിന്തുടരുന്ന ശീലങ്ങളും. അത്തരത്തിൽ പുതിയ സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പൊതുജനങ്ങൾക്കിടയിലും ഒരുപോലെ ഏറെ കൗതുകമുണർത്തിയ ഒന്നായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള 21-അംഗ മന്ത്രിസഭയിലെ 20 പേരും തങ്ങളുടെ മാതൃഭാഷയായ മലയാളത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റപ്പോൾ കെ മുരളീധരൻ മാത്രം അതിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷ് ഭാഷയാണ് തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗാംഭീര്യമർന്ന ആ ചടങ്ങിൽ വേറിട്ടു നിന്ന ഈ തീരുമാനത്തിന് പിന്നിലെ രഹസ്യവും ഒപ്പം തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിന് പിന്നിലെ രഹസ്യകരമായ കഥയും അദ്ദേഹം ഒരു പ്രത്യേക അഭിമുഖത്തിൽ മനസ്സ് തുറന്നു പങ്കുവയ്ക്കുകയുണ്ടായി. മറ്റു മന്ത്രിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി താൻ ഇംഗ്ലീഷ് ഭാഷ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം തന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരനോടുള്ള ആദരവാണെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന തന്റെ പിതാവിന്റെ ശീലങ്ങളും മാതൃകകളും വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു മകന്റെ കടമയാണ് താൻ ഇവിടെ നിർവഹിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ പിതാവ് കെ കരുണാകരൻ കേരളത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായും 1 തവണ മന്ത്രിയായും ആകെ 5 തവണയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഈ 5 തവണയും അദ്ദേഹം മലയാളത്തിന് പകരം ഇംഗ്ലീഷിലായിരുന്നു സത്യവാചകം ചൊല്ലിയിരുന്നത്. പിന്നീട് കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായി ഡൽഹിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും അദ്ദേഹം ഇംഗ്ലീഷ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. പിതാവിന്റെ ആ ഒരു സവിശേഷമായ ശീലം മകനെന്ന നിലയിൽ താനും പിന്തുടരണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് മുരളീധരൻ പറഞ്ഞു. തലമുറകൾ കൈമാറി വരുന്ന ആദരവിന്റെയും രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈ തീരുമാനത്തെ കാണുന്നത്. ഇംഗ്ലീഷ് സത്യവാചകത്തിലെ കോൺഷ്യൻഷ്യസ്ലി എന്ന ഒരു പ്രത്യേക വാക്കിന്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് തന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു രസകരമായ ഓർമ്മയും അദ്ദേഹം അഭിമുഖത്തിൽ പങ്കുവച്ചു. താൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ വീട്ടിൽ വെച്ച് ഈ വാക്കിനെക്കുറിച്ചും അതിന്റെ ഉച്ചാരണത്തെക്കുറിച്ചും ഒരു കുടുംബ ചർച്ച നടക്കുകയുണ്ടായി. അന്ന് അമ്മ കല്യാണക്കുട്ടിയമ്മ തമാശയായി ചോദിച്ചു, നീയൊക്കെ ഭാവിയിൽ മന്ത്രിയായാൽ ഈ വാക്ക് തെറ്റിക്കാതെ ചൊല്ലുമോ എന്ന്. അമ്മയുടെ ആ ചോദ്യത്തിന് മറുപടിയായി കെ കരുണാകരൻ പറഞ്ഞ ഒരു കമന്റാണ് പിന്നീട് മുരളീധരന്റെ മനസ്സിൽ വലിയൊരു വാശിയായി മാറിയത്. അവനൊന്നും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരില്ലല്ലോ, അവന് രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമില്ലല്ലോ എന്നായിരുന്നു അന്ന് അച്ഛൻ തമാശ രൂപേണ നൽകിയ മറുപടി. അന്ന് അച്ഛൻ തമാശയായി പറഞ്ഞതാണെങ്കിലും അതൊരു വെല്ലുവിളിയായി മനസ്സിൽ സൂക്ഷിച്ചെന്നും അതുകൊണ്ടാണ് ആ വാക്ക് തെറ്റിക്കാതെ കൃത്യമായി ഉച്ചരിക്കാൻ താൻ സത്യപ്രതിജ്ഞാ വേളയിൽ പ്രത്യേക ശ്രദ്ധ നൽകിയതെന്നും അദ്ദേഹം ഓർത്തെടുക്കുകയുണ്ടായി. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഈ വേറിട്ട നിലപാടിനൊപ്പം തന്നെ ജനശ്രദ്ധ ആകർഷിച്ച മറ്റൊരു പ്രധാന കാര്യമായിരുന്നു അദ്ദേഹത്തിന് അനുവദിച്ച ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ. സാധാരണയായി മന്ത്രിമാർക്ക് അവരുടെ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ താല്പര്യമുള്ള പ്രകാരമോ ഉള്ള നമ്പറുകളാണ് ലഭിക്കാറുള്ളത്. എന്നാൽ കെ മുരളീധരന്റെ വാഹനത്തിന്റെ നമ്പറിന് പിന്നിലും വലിയൊരു രാഷ്ട്രീയ ചരിത്രവും പിതാവിന്റെ ഓർമ്മകളും ഇഴചേർന്ന് കിടപ്പുണ്ട്. തനിക്ക് അനുവദിച്ച 11ാം നമ്പർ സംസ്ഥാനക്കാർ താൻ പ്രത്യേകമായി ചോദിച്ചു വാങ്ങിയതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തി. കെ കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഔദ്യോഗികമായി ഉപയോഗിച്ചിരുന്നത് 11ാം നമ്പറുള്ള വാഹനമായിരുന്നു. കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ഈ നമ്പർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കാറിന്റെ നമ്പറിലും സത്യപ്രതിജ്ഞാ ഭാഷയിലും താൻ പിതാവിനെ പൂർണ്ണമായി അനുകരിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നിലനിർത്തുകയുമായിരുന്നു മുരളീധരൻ അഭിമാനത്തോടെ പറഞ്ഞു. അതേസമയം ഭരണരംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കെ മുരളീധരൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഈ പുതിയ അധ്യായത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ആ വേറിട്ട നിമിഷം കേവലം ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല എന്നും മറിച്ച് തന്റെ ഭൂതകാലത്തോടും പാരമ്പര്യത്തോടുമുള്ള ആത്മാർത്ഥമായ സമർപ്പണമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ.